നന്നായിരിക്കുന്നല്ലേ? എനിക്കിഷ്ടപ്പെട്ട കളറിങ്ങിന് ഒത്തു കിട്ടൂന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മയുടെ സെലക്ഷൻ കൊള്ളാം. അല്ല, നിന്റെ ഒരു തലയിലെടുത്തേ എല്ലാ സമയത്തിന് മുന്നിലെത്തി. എന്റെ കല്യാണത്തിന് ഇങ്ങനെ സഹായിക്കാൻ ഒരാളും ഇല്ലായിരുന്നു. ശേഖരേട്ടന്റെ മനസ്സതി ആർക്കാ ഉള്ളത്? മനസ്സുണ്ടായാലും കാശില്ലേ, തീർന്നില്ലേ? എനിക്ക് ആ പെണ്ണിന്റെ സ്വഭാവം അത്ര പിടിക്കില്ല കേട്ടോ. അതെന്താ? നമുക്കിട്ട് വെക്കണത് നീ ശ്രദ്ധിച്ചോ? ആഹാ, വെച്ചടാ. വേണ്ട, മൗനം വിദ്വാന് ഭൂഷണം. നിനക്കും പോയിക്കോ. ഭാർഗവട്ട എങ്ങോട്ടാ? ഒരു കൊട വാങ്ങിക്കാൻ പോവാ. ഈ അർദ്ധരാത്രിക്കോ? അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൊട പിടിക്കുന്നു നീ കേട്ടിട്ടില്ലേ? ഒരു കൊടയുടെ ആവശ്യം ഇപ്പൊ നിന്റെ ഭാര്യക്കുണ്ട്. ഒന്നുകിൽ നീ വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. ഈ ഭാർഗവേട്ടന്റെ ഒരു തമാശ. തമാശയല്ല, കാര്യ. ശേഖരൻകുട്ടി, ഇത് നിനക്കാ ജുബേമുണ്ട്. അയ്യേ, ഇതുപോലത്തെ ഫംഗ്ഷന് ചേട്ടൻ ഇതൊന്നും ഇടൂല. സ്യൂട്ടാ ധരിക്കാറ്. ഷൂട്ടോ? അതൊക്കെ വലിയ പണക്കാരിടുന്ന പാന്റും കോട്ടുവാ. ഓ, അതാണോ? ഇത് നിനക്കാ സാരിയാ? അതിനെന്ത് വില കൊടുത്തു? 500 രൂപയാ. എനിക്കും അതേ വിലയുടെ അമ്മ മേടിച്ചു തന്നത്. ഇതും കൂടി ചേച്ചി എടുത്തോ. എന്നെയൊക്കെ കല്യാണത്തിന് ഒത്തിരി പേര് ശ്രദ്ധിക്കില്ലേ, അപ്പൊ നാണക്കേടാ. നിനക്കും വേണ്ട ജുബേമുണ്ടും? പാന്റും ഫുൾ സ്ലീവ് ഷർട്ടും കഴുത്തേൽ ഒരു കുരുക്കും കെട്ടി വേസ്റ്റ് കോട്ടും അതിന്റെ മേലൊരു കോട്ടും ഒക്കെ ഇട്ട് വടി പോലെ നിന്നാൽ അതിനൊരു ജെന്റൽ ലുക്കാ. പക്ഷേ അതിനൊരു മലയാള തനിമയില്ല. അമ്മ ആ മുണ്ടും ജുബൈഞ്ഞോട്ട് വന്നേ, ആ സാരി ഇഞ്ഞ് വന്നേ. ഇതവൾ ഉടുക്കും. ഇതുടുത്തോണ്ടേ അവള് കല്യാണത്തിന് വരും. ഇല്ലെങ്കിൽ ഞാൻ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ? അല്ല, ഒരുങ്ങി കഴിഞ്ഞോ? എങ്ങനെയുണ്ട് ഈ സാരിയും ബ്ലൗസും ഒക്കെ? ജുവൽസ് ഓക്കെ, പക്ഷെ സാരി പോരാ. ഇത് ഒരു തവണ നീ ഉടുത്തല്ലേ? ഒരു പ്രാവശ്യം പോലും ഉടുക്കാത്ത ഒറ്റ സാരിയും എനിക്കില്ല. അത് ഒരു ദിവസം തന്നെ നീ 2-3 സാരി മാറ്റി ഉടുക്കുന്നുണ്ടല്ലേ? വിഷമിക്കണ്ട, നിനക്കുടുക്കാൻ ഒരു പുത്തൻ സാരി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനെന്താ വില? 8,999 രൂപയോ? 9,000-ന് 1 രൂപയുടെ കുറവേ ഉള്ളൂ. എന്നാലും കണ്ടാൽ അത്രയും തോന്നൂല. വിലയുള്ള പല വസ്തുക്കൾക്കും നമ്മുടെ കണ്ണിൽ വില തോന്നൂലല്ലോ. കറക്റ്റ്. ആ പിന്നെ സാറെന്താ റെഡിയാകാത്തെ? കോട്ട് സൂട്ടും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ചെല്ല് ചെല്ല്. ഫോറിൻ മെയ്ഡാ. 10,000 റുപ്പീസാ. കണ്ടാൽ അത്രയും തോന്നൂ? ഞാൻ വിചാരിച്ചത് അതിലും കൂടുതലാണെന്ന്. എടി എടി, നീ ഇത് ഉടുക്കില്ലെന്ന് പറഞ്ഞിട്ട് ഉടുത്തോ? അമ്മ വാങ്ങി തന്നതാ. രണ്ടും ഒരേ സ്റ്റഫാ. കളർ മാത്രം ഇച്ചിരി വ്യത്യാസമുള്ളൂ. 500 രൂപയാ. പക്ഷേ കണ്ട 10,000 രൂപ തോന്നിക്കൂലേ? ചേരടാ, സത്യം പറ, ഇത് ആര് വാങ്ങിയതാ? ഇതിനെന്താ വില? ഇത് അമ്മ തന്ന തന്നെ. അമ്മ തന്ന സമ്മാനത്തിന് വില മതിക്കാനാവില്ല. കലക്കി. ചേച്ചിക്ക് ഒരല്പം ജാടയുണ്ടായിരുന്നു, അത് തീർന്നു. ഭർത്താവായ ഇങ്ങനെ വേണം. ശേഖരേട്ടൻ ഒരു സ്റ്റൈലിൻ ഹസ്ബൻഡ് തന്നെ. നിനക്ക് എന്തത്ര തിരക്ക്? കല്യാണം നിന്റെ തലയിൽ വെച്ചാ നടത്തണേ? അല്ല, എന്റെ തോളത്ത് വെച്ചാ നടക്കണേ. മിറാണ്ടില്ലോ? മിറാണ്ട തരാം, ഒന്നും മിണ്ടാതിരിക്കോ? എന്നൊരു പെപ്സി താടാ. ഷുഗർ ഉള്ളതല്ലേ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാ പോരെ? പച്ചവെള്ളം കുടിക്കണോ ചൂടുവെള്ളം കുടിക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിന്റെ മുതലൊന്നല്ലല്ലോ. താടാ ഒരെണ്ണം എന്നെടുത്തോ. കല്യാണം കലക്കല്ലേ അമ്മേ. എല്ലാവരും തിരക്കായിട്ട് പറയണം. പിന്നെ ഈ വിളി എനിക്ക് അത്ര സഹിക്കുന്നില്ല കേട്ടോ. അതെ, നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചെറുപ്പക്കാരാന്ന് വിളിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. സിഗരറ്റ് ഉണ്ടോ കയ്യില്? സിഗരറ്റോ? ആ, എനിക്ക് വലിക്കാനല്ല. ഉണ്ടെങ്കിൽ കുറച്ചവിടെ പൊട്ടിച്ചിടും. നാട്ടുകാര് വലിച്ച് രസിച്ച് കല്യാണം കൂടട്ടോ.
അല്ല മൂത്ത ആങ്ങളെന്തേ പെണ്ണിന്റെ കൈ പിടിച്ചു കൊടുക്കാൻ? ശേഖര, എന്റെ മോന്റെ സ്ഥാനത്ത് നിന്ന് അവളുടെ കൈ പിടിച്ചേൽപ്പിക്കും. അയ്യോമ്മേ, ഞാൻ ഭാർഗവേട്ട മായയുടെ കൈ പിടിച്ചു കൊടുക്ക്. ഞാനോ? അതെ. വണ്ടി ഇവിടെ നിർത്താൻ. നിനക്ക് തെറി കേൾക്കണത് ഇഷ്ട? ഞാൻ തെറി പറയാൻ പോവാ. എന്നോട് എന്തിനാ? നിന്നോടല്ല, ഇവിടെ ഒരു തെണ്ടി താമസിക്കണ്ട എന്റെ അളിയൻ പ്രേമേന്ദ്രൻ. ആ പ്രേമേന്ദ്ര, ആ ചുരിദാറിട്ട തള്ള ഏത് മുറിയിലാണാവോ? ഒരു ഉണ്ടങ്കല്ല് കിട്ടിയിട്ട് എറിയായിരുന്നു. ലൈറ്റ് വരുന്നുണ്ട്. ഇറങ്ങി വാടാ തെണ്ടി. അപ്പൊ നീ ചത്തട്ടില്ല അല്ലേ? അളിയ എന്താ അളിയ ഈ അർദ്ധരാത്രിയിലെ? നിന്നോട് 2 വാക്ക് സംസാരിക്കാൻ വന്നതാ. അച്ചി വീട്ടുകാരുടെ വാക്കും കേട്ട് നീ വന്നില്ലെങ്കിലും നിന്റെ പെങ്ങളുടെ കല്യാണം ഞങ്ങൾ ഗംഭീരായിട്ട് നടത്തിയടാ. കല്യാണത്തിന് വന്നവരൊക്കെ ചോദിച്ചു പെണ്ണിന്റെ മൂത്ത ആങ്ങൾ എന്തിയെന്ന്. ഞാൻ പറഞ്ഞു ചത്തുപോയിന്ന്. അങ്ങനെ പറയുന്നോണ്ട് നിനക്ക് വല്ല വിഷമണ്ടാ? പെണ്ണിന്റെ വാക്ക് കേട്ട് നടക്കണം നിനക്കൊക്കെ ചത്തൂടാ തെണ്ടി. ആരാത്? നിന്റെ അച്ഛൻ. അച്ഛയെ മാത്രല്ല, നിനക്ക് അച്ചിയുടെ അമ്മയും പേടിയല്ലേ? പക്ഷെ എനിക്ക് പേടിയില്ല. ആ സൊസൈറ്റി മാക്കാച്ച എനിക്ക് പുല്ലാടാ, പുല്ല്. രാത്രി എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മരുമകനെ തെറി പറയാൻ നീ ആരാടാ? ഞാനാ ഭാർഗവൻ, ഇവന്റെ മൂത്തളിയനാ. ഇവനോട് 10 തെറി പറയാൻ വന്നതാ. കേക്കണ്ടെങ്കിൽ കേറി കൊടുത്തള്ളേ. ചങ്കു, ഓ, ഇയാളെ പിടിച്ച് പുറത്താക്കി ഗേറ്റ് അടയ്ക്കാൻ. ചങ്കു ഇങ്ങോട്ട് വന്നേ. ഇവിടുത്തെ ഗേറ്റ് അടയ്ക്കാനും തുറക്കാനും തനിക്കിവിടെ വാച്ച്മാന്റെ ജോലിയാ. ഭാർഗവ, നീ വീട്ടിൽ പോവാൻ നോക്ക്. നീ പോവാൻ നോക്കണ അകത്തേക്ക്. എന്താ പ്രേമ? ഒരു അടി കൊടുത്ത് ഇയാളെ പിടിച്ച് ഗേറ്റ് പുറത്താക്ക്. ഇവൻ അടിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അടങ്ങി നിന്നാനെ. അതിനെങ്ങനെയാ? അമ്മ മതിൽ ചാടിയ മോള് ഗോപുരം ചാടുന്നല്ലേ കണക്ക്. എടോ, എന്നെ തനിക്ക് ശരിക്കറിഞ്ഞൂടാ. നിന്റെ വർഗത്തെ കുറിച്ച് ഞാൻ പുരാണത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. മണ്ടോദരി, പൂതന, ശൂർപ്പണക, പോയി കിടക്കടി അകത്ത്. ഇനി റിലീസാകാത്ത പുളിച്ച തെറികൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പ്രേമേന്ദ്ര, നീ സൂക്ഷിച്ചോ. ഈ ഹിപ്പോപ്പൊട്ടാമസ് നിന്നെ വിഴുങ്ങും. അല്ലെങ്കിൽ എന്നതേ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ. എനിക്കിപ്പോ സമാധാനായി, നല്ല സമാധാനായി. മോനെ വിരോധമില്ല, മോൻ പോയി കിടന്നോ. ചെല്ലേ. ഞാൻ ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചെങ്കിലാ. നിങ്ങൾ പോകുന്നുണ്ട്. ഒരു ചുരിദാർ ശങ്കുവിന് എടുത്തു കൊടുക്കണേ. അവന് ഉറങ്ങട്ടെ സുഖമായിട്ട്. ശേഖര, കാറിന്റെ ഡെക്കിന്ന് പെട്ടിയൊക്കെ എടുത്തു വെക്കൂ. ഇതാരാ? എന്റെ ഭാര്യ. കൊള്ളാം. ജുവലറി ഷോപ്പിലെ പരസ്യത്തിന് നിൽക്കണ മാതിരി ഉണ്ട്. വലിയ പണക്കാരിയാ നീ കെട്ടിയതല്ലേ? പെട്ടിയെല്ലാം എടുത്ത് എന്റെ റൂമിൽ കൊണ്ടുവയ്ക്കൂ. രമ, ആ പെട്ടി എടുത്ത് അകത്ത് വെക്ക്. അതിനെന്തിനാ രാമൻ? ശേഖരന്റെ കൈക്ക് വല്ല സ്വാധീനക്കുറവുണ്ട്. ഞാൻ എടുത്തു വെക്കാം. ആ, കടുപ്പത്തിലൊരു കാപ്പി എടുക്കൂ. കല്യാണി, ഒരു കാപ്പി. എന്തിനാ ഇങ്ങനെ ആജ്ഞാപിക്കുന്നേ? നിനക്ക് പോയി എടുത്താലെന്താ? അതെ അതെ, നീ പോയി കാപ്പി എടു. ഈ AC എന്തിനാ 24 മണിക്കൂറും ഇങ്ങനെ ഓൺ ചെയ്തിട്ടിരിക്കുന്നേ? ആവശ്യത്തിന് ഉപയോഗിച്ചാ പോരെ? ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള കറണ്ടേ കിട്ടുന്നില്ല. ഇവിടെ 6 മണിക്കൂർ നിയമപ്രകാരമുള്ള പവർ കിട്ടും. പിന്നെ ഒരു 6 മണിക്കൂർ അവർക്ക് തോന്നിയ പോലെ. കാപ്പി. കടുപ്പം തീരെ കുറവാ. ഈ പെണ്ണിന്റെ മോനെ തമ്മന്നിരിക്കുന്നേ, ഇത് ചിരിക്കില്ലേ? ചിരി വല്ലപ്പോഴേ ഉള്ളൂ. തായിയായ ഭാവം ഇതാ. ശേഖര, നീ പോയി കമ്പനിയിലെ എല്ലാ ഫയലുകളും എടുത്തോണ്ട് വാ. കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കണം. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. എന്തായി കാണിക്കുന്നത്? ഏതായി സ്ത്രീ? എന്താ ഇവർക്ക് ഇത്ര അധികാരം? ഞാൻ പറഞ്ഞിട്ടില്ലേ, അമേരിക്കൻ ആന്റി. അവരുടെ പെരുമാറ്റം കണ്ട അമേരിക്കയിലെ രാജ്ഞിയാണെന്ന് തോന്നുമല്ലോ. അമേരിക്കയിലെ രാജ്ഞിയല്ല, പക്ഷെ നമ്മുടെ രാജ്ഞി. മനസ്സിലായില്ലേ? നമ്മുടെ കമ്പനിയുടെ ഓണറാ. ഓണറോ? അതെ. കമ്പനിയും ഈ വീടും മുറ്റത്ത് കിടക്കുന്ന കാറുകളും പിന്നെ ഞാൻ നോക്കി നടത്തുന്ന സർവ്വ സ്വത്തുക്കളുടെ ഉടമ അവരാണ്. അപ്പോ
ശേഖരേട്ടന്റെ അല്ലേ? എന്റെയോ? ഞാൻ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ MD, പവർ ഓഫ് അട്ടോർണിയുടെ ബലത്തിൽ എല്ലാ അധികാരങ്ങളും ഉള്ള മാനേജിംഗ് ഡയറക്ടർ. എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ? പറ്റിച്ചെന്നു? ഞാൻ ഇന്നുവരെ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതല്ല എന്റെ സ്വന്തമാണെന്ന്? ഞാൻ വെറും MD. ആന്റിയെ ഭംഗിയായിട്ട് നോക്കണം, മൂക്കത്താ ചുണ്ടി. ഞാൻ പോയി ഫയലുകളൊക്കെ എടുത്തോണ്ട് വരാം, അല്ലേ പിന്നെ അത് മതി. ഇവിടെ ആരും കാണാനില്ലല്ലോ. ആ, എന്താ നിന്റെ പേര് പറഞ്ഞത്? പ്രഭാവതി. കൊച്ചമ്മേ, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരാം. കൊച്ചമ്മയോ? കൊള്ളാമല്ലോ. നിന്നെ ഇങ്ങനെ വിളിക്കാനായിട്ട് ഇവിടെ എത്ര സമയമുണ്ട്? എല്ലാവരും ഒന്ന് വിളിക്കും, ഞാനോടൊന്ന് കാണട്ടെ. ഭാര്യയും ഭർത്താവിനെയും പരിചരിക്കാൻ 16 വേലക്കാര്. കുടുംബത്തിലിരിക്കാൻ കൊള്ളാവുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ ഇതുപോലെ 16 എണ്ണത്തിനെ പരിചരിക്കാൻ അവൾ ഒരുത്തി മതി. വേസ്റ്റ്, ക്രിമിനൽ വേസ്റ്റ്. ഇവരെയൊക്കെ തീറ്റിപ്പറ്റി ശമ്പളം കൊടുത്ത് മുടിയുന്നത് ഞാനാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോകാം. പ്രഭാവതി, ഇനി മുതൽ ഈ വീട്ടിലെ ജോലിയൊക്കെ നീ തന്നെ ചെയ്താൽ മതി. നിനക്ക് ചെയ്യാനുള്ള ജോലി ഇവിടെ ഉള്ളൂ. ഫയലുകളൊക്കെ ഇനി അന്നേ എല്ലാ കണക്കുകളും ഇതിലുണ്ടല്ലോ. നീ എന്തായി കാണിക്കുന്നത്? ശീലമില്ലാത്ത പണി ചെയ്യാണോ? ജോലിക്കാരെയൊക്കെ പിരിച്ചുവിട്ടു. ആര്? എങ്കിൽ വൃത്തിയായിട്ട് തുടച്ചോളൂ. അരിവും മൂലയൊക്കെ ചേർത്ത് വളരെ ശ്രദ്ധിച്ചു വേണം. ആന്റിയെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. വരുന്നേ, തുടച്ചോളൂ തുടച്ചോളൂ. ഈ കണക്കുകൾ മുഴുവൻ തെറ്റാ. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ടാലി ചെയ്യാൻ പറ്റുന്നില്ല. 12 ലക്ഷം രൂപയുടെ കുറവാ കാണുന്നത്. ഈ ക്യാഷ് എവിടെ പോയെന്ന് എനിക്ക് ഉടനെ അറിയണം. ഏയ്, കുറച്ച് ഷോർട്ടേജ്, ഒരു 12 ലക്ഷം. അനാവശ്യമായി കാശ് കളയുമ്പോ ഓർക്കണം, എന്റെ അനിയത്തിയുടെ കല്യാണം, അവളുടെ സ്ത്രീധനം, എന്തായിരുന്നു കാശ് ചെലവാക്കാൻ ഒരു ഉത്സാഹം. അതൊക്കെ എന്റെ സ്വന്തം കാശാ. ഇത്രയും കാലം എനിക്ക് കിട്ടിയ എന്റെ ശമ്പളത്തിൽ നിന്ന് സ്വരൂപിച്ചെടുത്തത്. പണം ചെലവായതൊക്കെ നിന്റെ ആർഭാടത്തിന് വേണ്ടിയാ. നീ വാങ്ങിക്കുട്ടിയ സാരികൾക്കും ചെരുപ്പുകൾക്കും ആഭരണങ്ങൾക്കും അറിയോ? അത് ശരി. അപ്പൊ കമ്പനിയെ വെട്ടിച്ച് ഭാര്യ എണീച്ചൊരുക്കായിരുന്നല്ലേ? ഇങ്ങോട്ട് മാറിയല്ലടി, അഴിക്കടി ആഭരണങ്ങളൊക്കെ. എടി അഴിക്കാൻ. ഇനി എവിടെയൊക്കെ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞാനും നോക്കട്ടെ. ആരോ വന്നെന്ന് തോന്നുന്നു. നീ എന്താ പതിവില്ലാതെ? ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന. ചേരേട്ടൻ എന്തേ? ചേരേട്ടാ, ചേരേട്ടാ, എനിക്ക് ജോലി കിട്ടി. അഗ്രികൾച്ചർ ഫാമിൽ സൂപ്പർവൈസറായിട്ടാ. അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം.
കൺഗ്രാചുലേഷൻസ്. ഇതാരാ? അനിയന. കൊള്ളാം. അനിയന് ജോലി കിട്ടിയപ്പോ അളിയന്റെ ജോലി പോയി. വർഷങ്ങളായി എന്റെ കമ്പനിയിലെ വിശ്വസ്ത സേവകരായിരുന്നു ശേഖരനും ഉമ്മന്റെ അച്ഛൻ മാധവനും. ശേഖരൻ പെണ്ണ് കെട്ടിയ ശേഷം ഭാര്യയുടെ ആർഭാടത്തിനായി ചെലവഴിച്ച തുക എത്രയാണെന്ന് അറിയാമോ? കണക്കിൽ 12 ലക്ഷം. കണക്കില്ലാതെ എത്രയാണെന്ന് ആർക്കറിയാം? ഇവര് പറയുന്നൊക്കെ സത്യമാണ്. കോടീശ്വരനായി അഭിനയിച്ചതിനേക്കാൾ ഒന്നുമില്ലാത്തവനാണെന്ന് പറയാമായിരുന്നില്ലേ? കോടിക്കണക്കിന് സ്വത്ത് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഒരു കോടീശ്വരിയെ ഞാൻ കല്യാണം കഴിക്കുമായിരുന്നില്ലേ? ഇനി ഇവിടെ ഒന്ന് സ്മാർട്ട് ആവണ്ട. എനിക്ക് ശേഖരൻകുട്ടിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം. ബിസിനസ് അത് നിനക്കറിയാലോ. കണക്കുകൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ നിനക്കെതിരെ ഞാൻ ലീഗൽ ആക്ഷൻ എടുക്കും. ഒരു ആന്റി ഇല്ല. ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കണം. ഇനി എല്ലാരും കൂടി ശേഖരനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? എല്ലാം ശേഖരന്റേതാണെന്ന് തെറ്റിദ്ധരിച്ചത് നമ്മളല്ലേ? ആ അമേരിക്കക്കാര് കേസ് കൊടുക്കും മുമ്പ് കടങ്ങൾ വീട്ടണം. അതിനെന്താ ഒരു വഴി? ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. ഈ അവസ്ഥയിൽ കടം ചോദിക്കുന്നത് തന്നെ മോശ. ശേഖരേട്ടാ, അന്ന് എന്നെ ഏൽപ്പിച്ച 3 ലക്ഷം രൂപ ഞാൻ വിശാലാന്റി ഏൽപ്പിച്ചിരുന്നു. അത് തിരിച്ചു കിട്ടും. എനിക്ക് തോന്നുന്നില്ല. ഞാൻ കൊടുത്ത രൂപയല്ലേ? ശേഖരേട്ടൻ എന്റെ ഒപ്പം വന്നാ മതി. ഞാൻ ചോദിച്ചോളാം. ചേച്ചി, ഇതെല്ലാം എനിക്ക് ശേഖരേട്ടൻ വാങ്ങി തന്നല്ലേ. എല്ലാം വിട്ടോളൂ. ഒന്നും വേണ്ട മോളെ. ദൈവം പോലും പൊറുക്കാത്ത തെറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ശിക്ഷ കിട്ടിയത്. നിനക്ക് സ്ത്രീധനം കൊടുക്കാൻ തന്ന രൂപ എടുത്ത ഞാനിവർക്ക് പലിശയ്ക്ക് കൊടുത്തത്. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതൊന്നും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. നിന്നെ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഈ ചേച്ചിയോട് നിനക്ക് വെറുപ്പില്ലേ? എന്റെ ചേച്ചി എനിക്ക് ചേച്ചി അല്ലാതാവില്ലല്ലോ. പ്രഭാവതിയുടെ പ്രഭയൊക്കെ തീർന്നു. ഇപ്പൊ വെറും വതിയായി. എന്തായിരുന്നു പത്രാസ്? എന്തായിരുന്നു അവളുടെ ഭാവം? ഒരു കൊച്ചമ്മ തമ്പുരാട്ടി ചമഞ്ഞ് നടക്കുകയല്ലായിരുന്നോ? അമ്മേ, ഇനി നമ്മളോട് വല്ല സഹായം ചോദിക്കൂ? അതിന് നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. ആകെ പാപ്പറടിച്ചിരിക്കാണെന്ന് പറഞ്ഞാ പോരെ. 100 ആയിസ ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്തതേ ഉള്ളൂ. എന്താ ശേരൻകുട്ടി, കാർ എടുത്തില്ലേ? ജോലിയൊക്കെ പോയ വിവരം അമ്മ അറിഞ്ഞില്ലേ? ഓ, ഞാനതങ്ങ് മറന്നേ പോയി. ബസ്സിലാണോ വന്നത്? ഷോ, പ്രഭാവതിക്ക് നല്ല ക്ഷീണം കാണും. ബസ് യാത്രയൊക്കെ കുറെ കാലമായിട്ട് ശീലമില്ലാത്തതല്ലേ. വരൂ വരൂ, അകത്തേക്ക് വരൂ. എന്റെ മോന്റെ വിവാഹത്തിന് പ്രസംഗവും കൂത്തുമായിട്ട് നടന്നപ്പോ എത്ര പേരെ ഞാൻ മുതലാളിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പൊ തൊഴിലാളി പോലും അല്ലെന്ന് അറിഞ്ഞപ്പോ മോശമായിപ്പോയി. അല്ല, എന്താ പ്രത്യേകിച്ച്? നിങ്ങളുടെ കുത്തുവാക്ക് കേൾക്കാൻ വന്നതല്ല. ഞാൻ തന്ന രൂപ മടക്കി വാങ്ങാനാ. ഏത് രൂപ? എന്ത് രൂപ? ആര് തന്നു? കള്ളം പറയരുത്. കള്ളം പറഞ്ഞും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയും ജീവിച്ചത് നിങ്ങളല്ലേ. എരന്ന് തിന്നുന്നവനെ തുറന്നു തിന്നുന്ന സ്വഭാവം എനിക്കില്ല. ശേഖരേട്ടാ, ഞാൻ ഇവർക്ക് 3 ലക്ഷം രൂപ കൊടുത്തതാ. 1 വർഷം കൊണ്ട് ഇരട്ടിയാക്കി തിരിച്ചു തരാമെന്ന് പറഞ്ഞാ വാങ്ങിയത്. ജീവിക്കാൻ നേരെ നിവൃത്തിയില്ലെങ്കിൽ 10 200 തന്ന് ഞാൻ സഹായിക്കാം. ലക്ഷങ്ങൾ വെറുതെ തരാൻ എന്റെ അടുത്തില്ല. ഞങ്ങൾ നിങ്ങളുടെ അവതാരത്തിന് വന്നതല്ല. വാങ്ങിച്ച രൂപ തന്നേ പറ്റൂ. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഭാവമെങ്കിലേ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ഒരു വെട്ടിപ്പ് കേസ് ഉള്ളതുകൊണ്ട് അകത്തൊക്കെ എളുപ്പമുണ്ട്. നിർത്ത്. എന്റെ ഭാര്യ നിങ്ങളെ കാശ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മടക്കി വാങ്ങാൻ എനിക്കറിയാം. വാങ്ങിച്ചോ? ഇപ്പൊ മനസ്സിലായില്ലേ? ശേഖരൻകുട്ടിക്ക് പണമുണ്ടെങ്കിൽ പ്രഭാവതിക്ക് ഇവരുടെയൊക്കെ മുമ്പിൽ സ്വർണ്ണവില്ല, അല്ലെങ്കിൽ വെറും പുല്ലുവില്ല. നീ വാ. അവനോട് ആ പ്രഭാവതിയെ പറ്റിച്ച് കുറച്ച് രൂപയുണ്ടാക്കിയ സന്തോഷത്തില്ല നിങ്ങളുടെ അമ്മയും പെങ്ങളും. ഈ അമ്മ എപ്പോഴും ഇങ്ങനെയാ. മോൾ അടുത്തുണ്ടായാലും എന്നെ വിളിക്കൂ. നീ എവിടെയായിരുന്നു ഇതുവരെ? ഒന്ന് ഉറക്ക വിളി കേട്ടെന്ന് കരുതി നിന്റെ വായിലെ മുത്തൊന്നും താഴെ വീഴില്ലല്ലോ. എനിക്കൊരു നല്ല കാപ്പി വേണം. ആ, എനിക്ക് ചായ മതി. നല്ല ചൂട് വേണം. ചായയും കാപ്പി മാറി മാറി എടുക്കാൻ ഇതെന്താ ഹോട്ടലാ? എന്തു പറ്റി? ഈ അമ്മയോടും പെങ്ങളോടും പറഞ്ഞേരെ എന്റെ സ്വഭാവം മാറ്റരുതെന്ന്. കാര്യം അവരെന്റെ അമ്മയും പെങ്ങളുവാ. അവരെനിക്ക് ശരിക്കും അറിയാം. നീ ഇങ്ങനെ നിന്നു കൊടുത്താ അവര് രണ്ടുപേരും കൂടി നിന്റെ തലയിൽ കയറി നിരങ്ങും.
അതുകൊണ്ട് എന്റെ മോള് നോക്കിയും കണ്ടൊക്കെ നിന്നാ മതി. അമ്മയ്ക്ക് ഷുഗറിന്റെ അസുഖം വരാതെ നോക്കണ്ടേ? പഞ്ചസാര വേണ്ട. ഞാനിപ്പോ പാറപ്പുറത്തിരുന്നാലും കാശ. അത്ര നല്ല സമയ രാജയോഗമല്ലേ. ഇപ്പൊ തന്നെ വെറുതെ കിട്ടിയ 3 ലക്ഷം രൂപ നിന്റെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പോവുക. ഇതെന്താ ഒരു കപ്പ് എനിക്കില്ലേ? ഭർത്താവിന്റെ അമ്മയെ പരിചരിക്കാം, അത് നാട്ടുനടപ്പ്. പെങ്ങളെ കൂടി പരിചരിക്കണമെന്ന് വെച്ചാ തളർവാദം ഒന്നും പിടിച്ചിട്ടില്ലല്ലോ. നല്ല ചക്ക പോലെയല്ലേ ഇരിക്കുന്നത്. തന്നെ അങ്ങെടുത്ത് കുടിച്ചാ മതി. എന്താ മധുരായിട്ടില്ലേ? അമ്മയ്ക്ക് ഷുഗറാണെന്നാ ചേട്ടൻ പറഞ്ഞത്. ഷുഗർ നിന്റെ അമ്മയ്ക്കാടി. മോളെ രേണു, നിന്റെ അമ്മയ്ക്ക് എറിഞ്ഞൊടിക്കാനായി നിന്റെ അച്ഛൻ വാങ്ങിക്കൊടുത്ത ഒരുപാട് പാത്രങ്ങൾ ഇവിടെ കാണും. വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ തൂത്ത് വൃത്തിയാക്കിക്കോ. ഇല്ലെങ്കിൽ ഈ പൊട്ടിച്ചിതറിയ ചില്ലൊക്കെ നിന്റെ അമ്മയുടെ കാലിൽ തന്നെ കുത്തി കയറും. അത് പിന്നെ നിനക്കൊരു ജോലിയായി തീരും.